സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്തേക്ക് നല്ല നിങ്ങൾ എല്ലാവരും പോലെ തന്നെ സിനിമ ടൈപ്പ് പോകുന്നൊരു വീഡിയോ എടുക്കുക വിചാരിച്ചു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോന്നേ, നമ്മൾ ബ്രോമാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ കാണാനാണ് പോകുന്നത് കേട്ടോ. ഇതാ അമ്മിത, അമ്മേ അമ്മ ഹയ്യോ. അപ്പം അമ്മിത കീയുന്നുണ്ട്. നമുക്ക് നേരെ പോന്നേക്കല്ലേ വിശേഷം കാണാം. അപ്പോൾ ഇതാ നമ്മ പോവാൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ നമുക്ക് കാഞ്ഞങ്ങാടിലൊരു തിയേറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകുന്ന വിശേഷം കാണാം കേട്ടോ. ഇത് അമ്മ എല്ലാം കിഞ്ഞ് റെഡി ആയിട്ടുണ്ട്, ഞാനും കിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാഗെല്ലാം എടുക്കാൻ പോകാനുണ്ട്. നമ്മൾ ബാഗ് എടുക്കാൻ പോയിട്ട് അപ്പം നമുക്കിനി നേരെ തിയേറ്ററിലേക്ക് പോകുന്ന വിശേഷം കാണാം. അപ്പം നമ്മൾ റെഡിയായി. ഇനി വണ്ടി എടുക്കടാ, വണ്ടി എടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പാലം നല്ല പരിചയമുണ്ടാകും. എൻ്റെ ബർത്ത്ഡേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണ് കാണാം കേട്ടോ. പോയിട്ട് പുതിയതായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കാണാം. അപ്പം അതിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വഴിയിലെ കൂടിയെല്ലാം അടുത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേഗം എത്തണം, ടൈം നല്ലോണം വൈകും കേട്ടോ. 2:30 ഷോ ഇല്ലത്. നമ്മൾ ഇവിടെ 1:45 ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോങ്ങാണ്. നമ്മൾ പോകാൻ പോകുന്ന തിയേറ്ററിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ പോകാൻ പോകുന്ന തിയേറ്ററിൻ്റെ പേര് VGM മൾട്ടിപ്ലക്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിൻ്റെ റോഡ് പണി ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. ബാക്കി എല്ലാം കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തട്ട് കേട്ടോ. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ ആലാമ്പള്ളി ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട് ആലാമ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കൂടി പോയാൽ തന്നെ നമ്മളെ തിയേറ്ററിലേക്ക് എത്തും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പടന്നക്കാട് തോട്ടം ആ സ്ഥലത്തെത്തി. അപ്പോൾ നിങ്ങളിവിടെ ഒരു ലോറി കാണുന്നുണ്ടാവില്ല, അത് ഒരു കുറച്ചാഴ്ച മുമ്പേ നമ്മൾ ഇവിടെ അടുത്ത് നടന്നതാണ്, ഈ സ്ഥലത്ത് നടന്നതാണ്. വാർത്തയിലെല്ലാം വന്നിട്ടുണ്ടായിന്. അതൊരു ബൈക്ക് കുത്തിയതാണ് കേട്ടോ. അപ്പം നമ്മിതാ തിയേറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാ ആലാമ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ അടുത്തെത്തി. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് കേട്ടോ. ഇതാ കണ്ടോ, പുതിയ ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ്. ഇത് നല്ല വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ തിയേറ്റർ കേട്ടോ. നമുക്ക് ആ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ കൂടിയും വരാം. പിന്നെ വേറൊരു വഴിയുണ്ട്, അതിലെ കൂടി വന്നാൽ നേരെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് തന്നെ എത്തും. അപ്പോൾ ആ വഴിയിലും കൂടി വരാം കേട്ടോ. ഇതാണ് നല്ല വലിയ തിയേറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ തിയേറ്റർ കേട്ടോ. ഇനി നമുക്ക് നേരെ സിനിമയിലെ വിശേഷം കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി വർക്ക് ചെയ്തിട്ടാകുമ്പം എന്തോ ഒരു പരിപാടിയാണ്, അതൊന്നും നമുക്കറിയില്ല. എന്തെല്ലോ കൊടുക്കുന്നുണ്ട് അതിനാടാ, അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയി ഞാൻ ഇപ്പോൾ ഫോണിൽ നോക്കുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് അമ്മ അപ്പോൾ അതിൻ്റെ സ്കാനർ എടുക്കാൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് ചെയ്യുന്നു. VGM എന്ന് പറഞ്ഞ തിയേറ്ററാണ് കേട്ടോ. പിന്നെ പുതിയ കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൽ ബ്രോമാൻസ് പറഞ്ഞ സിനിമ എടുത്തത് കേട്ടോ. അതാകുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെ പോയിട്ട് സ്കാൻ ചെയ്താൽ, അതാ ഞാൻ പോകുന്നുണ്ട്, ഞാൻ അവിടെ പോയിട്ട് സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ സൈഡിൽ കണ്ടാന്ന് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നമ്മളെ ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ രാജ റെസിഡൻസി പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതും ഒരു ലൊക്കേഷന് പറയാൻ പറ്റിയതാണ് കേട്ടോ.
അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കാൻ നിന്ന് നമുക്ക് നേരെ നമുക്ക് കിട്ടിയ സ്ക്രീൻ ബ്ലൂ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂ സ്ക്രീനിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നിന്ന്. നല്ല അടിപൊളിയാണ് തിയേറ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിയേറ്റർ എന്ന് വെച്ചാൽ ഇതേ ഞാൻ പറയുള്ളൂ. പിന്നെ കാഞ്ഞങ്ങാട് അങ്ങോട്ടേക്ക് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ദീപ്തി. അതും നല്ല തന്നെയാണ് കേട്ടോ. അതും വലിയ കുറവൊന്നുമില്ല, നല്ല തിയേറ്റർ തന്നെയാണ്. പിന്നെ നമ്മളെ അടുത്തുള്ള തിയേറ്ററിൽ ഒന്ന് തന്നെയാണ് ഇത്. അപ്പം നമ്മളിങ്ങനെ സാറ്റർഡേ സൺഡേ ഈ ദിവസമെല്ലാം ഒരു സ്കൂള് അടവായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകട്ടെ. ബേക്കലം ബീച്ച്, ഇങ്ങനെ സിനിമ വ്ളോഗ് കൊടുക്കുക. മനസ്സിനൊരു സന്തോഷമാണ്, വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് അന്ന് റെഡ് സ്ക്രീൻ കേട്ടോ. റെഡ് സ്ക്രീൻ ഇത്. അതിൻ്റെ അപ്പുറം ബ്ലൂ ഉണ്ടോ, അതാണ് ബ്ലൂ സ്ക്രീൻ. ഇപ്പോൾ ഓരോ സെക്ഷനിലും ഏത് സ്ക്രീനാണ് അതിൻ്റെ ആ ലൈറ്റ് വർക്ക് അവരവിടെ ഓരോ സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഭക്ഷണമല്ല എന്തെങ്കിലും പാക്കറ്റ് സാധനം സിനിമ കാണുമ്പോൾ തിന്നാൻ വേണ്ടി മേടിക്കാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളവും ലേസും ഫ്രൂട്ടിയും മേടിച്ചു. ഒരു കുപ്പി വെള്ളമല്ല, ഫ്രൂട്ടിയും ലേസും പിന്നെ ഒരു സാധനം ഉണ്ടായില്ല. അത് ഞാൻ അങ്ങനത്തെ ടിന്നിൽ ഇതുവരെ തിന്നിട്ടാ. അതുകൂടി ഒന്ന് മേടിച്ചു. അപ്പോൾ നമ്മൾ നേരെ ബ്ലൂ സ്ക്രീനിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ടാണ്. ഇതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ ബ്ലൂ സ്ക്രീനിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ടിക്കറ്റ് മേടിക്കുന്ന ഏട്ടന്മാരുണ്ട്. അവരോട് ടിക്കറ്റ് കാണിച്ചെടുത്ത് അവർ നമ്മളെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ട് നേരെ നമ്മൾ സീറ്റോ അല്ല പറഞ്ഞു തന്നിട്ട് നമ്മളവിടെ ഇരുത്തിയിട്ട് അവർ പോകും കേട്ടോ. ഇതാണ് നമ്മൾ തിയേറ്റർ കേട്ടോ. ഇതാണ് നമ്മൾ തിയേറ്ററിൻ്റെ ഉൾഭാഗം കേട്ടോ. ഓരോ തിയേറ്ററിൻ്റെ സെക്ഷനിലും ഓരോ വെറൈറ്റി സീറ്റ് അങ്ങനെ വന്നിട്ടാ. ഇപ്പം നമ്മളെ ഗ്രീൻ സ്ക്രീനിൽ വേറൊരു ഇതാണ്, കുറച്ച് സീറ്റ് ആ രീതിയിലല്ലേ ഇത്. ഇപ്പോൾ ഇതാ ബ്രോമാൻസ് കേട്ടോ, നമ്മൾ കണ്ട സിനിമയിലെ പേര് ഇതാ കണ്ടാ. നമ്മിതാ ഇൻ്റർവെൽ ടൈമായിട്ടാകുമ്പോൾ ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പോയി. പിന്നെ അമ്മ ഇടുന്ന വീഡിയോ എടുത്തു കേട്ടോ. എന്നെ സൈഡിൽ കാണുന്നില്ല, ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടാണ്ടായി കേട്ടോ. അപ്പോൾ ഇതാ ഞാനും വന്നു. ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാതെ കേട്ടോ. അവിടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിന്. അമ്മക്കൊരു ഐസ്ക്രീം മേടിച്ചു, ഞാനൊരു കുപ്പി വെള്ളവും പോപ്കോണും മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ കേട്ടോ. നമ്മളെ പള്ളക്കനൊരു ചേച്ചിയും ചേട്ടനും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സൈഡിൽ തന്നെയാണ് ഉണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ വലിയ തിരക്കോ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിട്ടാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.